ഇരിക്കും ക്രൈങ് റോബോട്ട്. ഇവൻ തന്നെ കരഞ്ഞോണ്ടിരിക്കുമല്ലേ, അപ്പൊ പിന്നെ മറ്റുള്ളവരെ എങ്ങനെ കരയിക്കും ബോസ്? അതിന് ഇവന്റെ കയ്യിൽ എന്ത് പവറാണ് ഉള്ളത് ബോസ്? പവറോ? ദേ അവിടേക്ക് നോക്ക്, റോബോട്ടിന്റെ കണ്ണീർ വീഴുന്ന സ്ഥലത്തേക്ക്. You were genius, boss. She's right, boss. She's right. അയ്യേ, ഇത് വളരെ മോശമായ രംഗോലിയാണല്ലോ. ഇതൊക്കെ വെറും വേസ്റ്റ് ആണ്. ഇതിലൊക്കെ ഇത്ര കഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു? ഇതിനേക്കാൾ ബെറ്റർ ആയ രംഗോലി ഞാൻ ഒറ്റ സെക്കൻഡിൽ വരയ്ക്കും. അറിയാവോ, എന്റെ കയ്യിൽ സ്റ്റെൻസിലുണ്ട്. അതൊന്ന് ജസ്റ്റ് തറയിൽ വെക്കണം, എന്നിട്ട് അതിനിടയിലൂടെ കളർപ്പൊടി ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ, രംഗോലി റെഡി. ബണ്ടി, നീ ഇതൊന്ന് വരച്ച് കാണിച്ചേ. നീ എങ്ങനെ രംഗോലി വരക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഷടാ, ആ കാറ്റടിച്ച് എല്ലാം പറന്നുപോയല്ലോ. ഞാനത് വീണ്ടും വരയ്ക്കാം. ഓ നോ, ഇനി ഞാനത് വീണ്ടും വരയ്ക്കണമല്ലോ. ഓ, എന്തൊരു കാറ്റാ! ഈ കാറ്റ് എന്റെ രംഗോലി മാത്രം എന്തിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാറ്റ് രംഗോലിയുടെ പിന്നാലല്ല വരുന്നത്, നിന്നെയാണ് ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കുന്നത്. അല്ല, അത് പാരേ പറഞ്ഞത്. ഭൂതം, ഭൂതം. ഇത് ഞാനാ പറഞ്ഞത്. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ രംഗോലിയെ കളിയാക്കരുത്, കേട്ടല്ലോ? വീടിനെ അലങ്കരിക്കാനാണ് രംഗോലി വരയ്ക്കുന്നത്, മറ്റുള്ളവരെ കളിപ്പിക്കാനല്ല. എന്താ പറഞ്ഞത്, മനസ്സിലായോ? രംഗോലിയോ? രംഗോലിയുടെ ഭൂതം, എന്റെ അമ്മച്ചേ. ഞാൻ ഇനി ആരും കളിയാക്കില്ല. സോറി, എന്നെ വിട്ടേക്ക്. ഹാപ്പി ദീപാവലി ആശംസകൾ നേരുന്നു. കരിക്കും വെള്ളം താഴേക്ക് വരട്ടെ, താഴെ ഇറങ്ങി ചുൾബുളിന്റെ അടുത്ത് നിക്കട്ടെ. വീർ, നീ ഇത് കണ്ടോ? കരിക്കിൻ വെള്ളം തന്നെ തന്നെ താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇവൻ നമ്മുടെ തലവെട്ടി വെള്ളം കുടിക്കാൻ വന്നിരിക്കുക. അറ്റാക്ക് ചെയ്യവനെ. അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ചിണ്ടു, ഈ നടക്കുന്ന കരിക്കൊക്കെ കാണിച്ച് മറ്റുള്ളവരെ പ്രശ്നത്തിലാക്കരുതേ. എന്തൊക്കെയാ നീ പറയുന്നത്? ഞാൻ കാണിച്ചു തരാം. ചിണ്ടു, അവരെ തടഞ്ഞു നിർത്ത്, ഇത് പ്രശ്നമാകും. അക്കിടം ഫക്കിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. എടാ നിക്ക്, ഞാനാ പറയുന്നത്, അവിടെ നിക്കാനാ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്റെ മാജിക് പവേഴ്സ് ഒന്നും വർക്കാവുന്നില്ലല്ലോ. അവന്മാരിങ്ങനെ നിക്കാണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കല്ലേ. ഇങ്ങനെ പോയാ മാജിക് വർക്കാവൂല. ശരി, വാ, നമുക്ക് ഇവരെ പിടിച്ചു നിർത്താം. ഞാനിത് എന്തായി കാണുന്നത്? ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ.
സ്റ്റോപ്പ്. ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം താ വണ്ടി മാറ്റണോ? വണ്ടി എടുത്ത് എനിക്ക് മാറ്റണോ? സൗകര്യമില്ല. ആ, ആ. എന്റെ വണ്ടി ഇതാ കട്ടോണ്ട് പോകുന്നേ. അയ്യോ എന്റെ ബൈക്ക്. എടാ എന്റെ ബൈക്ക് തന്നിട്ട് പോടാ. നിക്കണേ നിക്കണേ. എത്രയും വേഗം അവരെ പിടിച്ചൊന്ന് നിർത്ത്. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇപ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് പിഴക്കരുത്. ബോസ് എനിക്കിതിലിരുന്ന് പറക്കാൻ പറ്റുമോ? നീ തന്നെയാണ് പറക്കാൻ പോകുന്നത് ടിംബക്ടു. നീ തന്നെയാണ്. ഇന്ന് എന്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു ആശയം വന്നിട്ടുണ്ട്. കേട്ടുകൊള്ളൂ. നീ ഇന്ന് സാന്റാക്ലോസ് ആയി വേഷം മാറി പോകണം. എല്ലാ വീടിന് മുകളിലേക്കും പറന്നുപോയി നീ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ എന്ത് സംഭവിക്കും ബോസ്? പിന്നെ വീറിന്റെ കൂട്ടുകാരെല്ലാം നിന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ റൂഫിൽ വരില്ലേ? അതിൽ ആരെങ്കിലും ഒരാളെ നീ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേക്ക്. നിനക്ക് മനസ്സിലായില്ലേ? വീർ അവനെ രക്ഷിക്കുവാനായി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നീ കണ്ടുകൊള്ളുക. ബോസ് ബോസ് വീർ ക്രിസ്മസിന്റെ അന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ ബോസ്? അവൻ ഇങ്ങോട്ട് വരുമ്പോ ട്രീറ്റ് കൊടുക്കാൻ നമ്മൾ ക്രിസ്മസ് കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ബോസ്. രണ്ടത്തരം പറയില്ലടാ കഷണ്ടി തലയാ. വെള്ളമില്ലാത്ത ടാങ്കും നിന്റെ തലയും ഒരുപോലെ തന്നെയാ. വീറിനെ കേക്ക് തിന്നാനായിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചിട്ട് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. You got genius, boss. ശരിക്കും നിങ്ങൾ ജീനിയസ് ആണ്. ഷീസ് റൈറ്റ് ബോസ്, ഷീസ് റൈറ്റ്. പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ബോസ്? യാട്ട്ലി മാട്ട്ലി എന്താണ്? അത് കാണിക്കുന്നത് ബട്ടൺ ഓഫ് ആക്കടാ. ഓഫ് ആക്കാനാ പറഞ്ഞത്. ഓഫ് ചെയ്യാൻ വേഗം ചെയ്യടാ. ഏത് കളറിലുള്ള ബട്ടനാ പ്രസ് ചെയ്യേണ്ടത് ബോസ്? ഇതാണോ അതോ ഇതോ? ഇനി ഇതാണോ? ബോസ് അയ്യോ, അടിക്കല്ലേ ബോസ്. അടിക്കല്ലേ ബോസ്. Please, boss. വീർ, നീ സമ്മതിക്കാണെങ്കിൽ ഞാൻ എന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോയി ക്രിസ്മസ് വിഷ് പറഞ്ഞിട്ട് വരട്ടെ. നിന്റെ ജിൻലാൻഡിലും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാ ചിണ്ടു നീ ചെന്ന് അപ്പൂപ്പനെ വിഷ് ചെയ്തിട്ട് വാ. താങ്ക് യു. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള റൂഫ് ടോപ്പിൽ നിൽക്കുക. ഇന്ന് സാന്റാക്ലോസ് പറന്നു വരുന്നതായിരിക്കും. പിന്നെ കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും ഗിഫ്റ്റ് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ബോസ്? എമിലി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്. എമിലി ഇവിടെ ഉണ്ടെങ്കിൽ വീർ ഇവിടെ തീർച്ചയായും വരുന്നതാണ്. അവൻ ഇവിടെ വെച്ചങ്ങ് തീർത്തേക്കാം. അവൻ തിരിച്ചു പോകില്ല. എല്ലാം തയ്യാറാക്കിക്കോളൂ. അവൻ വരട്ടെ.
വീർ, ഈ കളി ഇതോടെ അവസാനിക്കുന്നില്ല. ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ വേഗം പുറത്തേക്ക് ചെല്ല്. അപ്പൂപ്പൻ നിന്നെ വെയിറ്റ് ചെയ്ത് സ്പേസ്ഷിപ്പിൽ ഇരിപ്പുണ്ട്. വേഗം ചെല്ല്. ഞാൻ നിന്നെ അങ്ങനെ തനിച്ചേക്ക് പോവില്ല. മേരി ക്രിസ്മസ് വീർ. ഞാനിതാ നേരിട്ട് വരികയാണ് വീർ. നിനക്കും നിന്റെ കൂട്ടുകാരിക്കും മേരി ക്രിസ്മസ്.